180 ഐക്യുള്ള ജാക്ക് ബാങ്കിൽ കയറി ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ച് ക്യാമറകൾ നശിപ്പിച്ചു. പിന്നാലെ വന്ന കൂട്ടാളികൾ വാതിൽ തുറന്ന് അകത്തു കയറി. സെക്യൂരിറ്റി ഗാർഡ് ബഹളം വയ്ക്കാൻ നോക്കിയപ്പോൾ ജാക്ക് ഒരു തണുത്ത വസ്തു അരയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ബാങ്ക് നിയന്ത്രണത്തിലാക്കി. സംശയം തോന്നിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതനുസരിച്ച് സ്വാറ്റ് സംഘം ബാങ്ക് വളഞ്ഞെങ്കിലും ഇതെല്ലാം ജാക്കിന്റെ പ്ലാനായിരുന്നു. അവർ ബന്ദികളുടെ ഫോണും താക്കോലും വാങ്ങി. ശേഷം എല്ലാവരെയും വസ്ത്രങ്ങൾ അഴിപ്പിച്ച് ഒരേപോലെയുള്ള യൂണിഫോമും മാസ്കും ധരിപ്പിച്ചു. കവർച്ചക്കാരും ഇതേ വേഷം ധരിച്ച് ബന്ദികളെ പല മുറികളിലായി മാറ്റി പാർപ്പിച്ചു. ഇതിനിടെ അസുഖം ബാധിച്ച ഒരു വൃദ്ധനെ ജാക്ക് പുറത്തേക്ക് വിട്ടത് ബന്ദികളെ ശാന്തരാക്കാനും പോലീസിനെ വെല്ലുവിളിക്കാനുമായിരുന്നു. എന്നാൽ ജാക്ക് പണവും വിലപിടിപ്പുള്ള സേഫും അവഗണിച്ച് യൂട്ടിലിറ്റി റൂമിലെത്തി തറ തുറയ്ക്കാൻ പങ്കാളിയോട് ആവശ്യപ്പെട്ടു. കാരണം $5 ബില്യൺ വിലമതിക്കുന്ന മറ്റെന്തോ ആയിരുന്നു അവരുടെ ലക്ഷ്യം. വിവരങ്ങളൊന്നും കിട്ടാതെ കുഴങ്ങിയ കൈലെന്ന പോലീസ് നെഗോഷിയേറ്റർ ജാക്കിനെ വിളിച്ചെങ്കിലും സംസാരിച്ചില്ല. പ്രതീക്ഷ നശിച്ച സമയത്ത് കഴുത്തിൽ ഒരു പെട്ടി കെട്ടിവെച്ച നിലയിൽ അടുത്ത ബന്ദിയെ അവർ പുറത്തുവിട്ടു. ഭയത്തോടെ പോലീസ് തുറന്ന ആ പെട്ടിയിലെ കത്തിൽ രാത്രി 9 മണിക്ക് മുൻപ് 2 ബസ്സുകളും ഹെലികോപ്റ്ററും വേണമെന്നും ഇല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോരുത്തരെ കൊല്ലുമെന്നും മറ്റ് ചില ഭയപ്പെടുത്തുന്ന ആവശ്യങ്ങളും ഉണ്ടായിരുന്നു.